ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്? ഇത് നിങ്ങൾ അറിയണം. ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുന്നുണ്ടെങ്കിൽ ആവട്ടെ. വിഷയം എന്താണെന്നല്ലേ, ഒരു മുതലാളി അവരുടെ തൊഴിലാളികളോട് എങ്ങനെ ആയിരിക്കണം എന്നിവിടെ കാണിച്ചു തരികയാണ്. ആരാണെന്നല്ലേ, നിങ്ങൾ എല്ലാവരും അറിയുന്ന കുവൈത്തിലെ ടൈപ്പ് സെന്റർ ക്യൂ പോയിന്റിന്റെ ഓണർ ടിജോ ലൂക്കോസ്, കോട്ടയം സ്വദേശിയാണ്. 2019 ആദ്യമായിട്ട് ക്യൂ പോയിന്റ് ടൈപ്പ് സെന്റർ കുവൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, സാൽമിയ ബ്ലോക്ക് 10. ഇപ്പൊ ഏകദേശം 6 വർഷത്തോളമായിട്ട് ഏകദേശം 5ഓളം ബ്രാഞ്ച് ഉണ്ട്. സാൽമിയയിൽ തന്നെ ബ്ലോക്ക് 10, 12, അതുപോലെ തന്നെ മംഗഫ് ബ്ലോക്ക് 4, അതുപോലെ തന്നെ അബ്ബാസിയ, അതുപോലെ തന്നെ ഹവല്ലി. ഇപ്പൊ ഏകദേശം ഈ 5ഓളം ബ്രാഞ്ച് ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ബ്രാഞ്ച് ഈ കുറഞ്ഞ വർഷത്തിന്റെ ഉള്ളിൽ വരാൻ കാരണം എന്താണെന്നല്ലേ, അവരുടെ സ്റ്റാഫിന്റെ സപ്പോർട്ട് തന്നെയാണ്. സ്റ്റാഫ് അതുപോലെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ മുതലാളിയും അതേപോലെ തന്നെ സ്റ്റാഫിനോട് നിൽക്കണം. ഇവിടെ ഇവര് എല്ലാ വർഷവും ആനിവേഴ്സറി ആഘോഷിക്കാറുണ്ട്. ആനിവേഴ്സറി പറഞ്ഞെങ്കിൽ ഈ ഫെബ്രുവരി 25ഉം 26ഉം ഈ 2 ദിവസങ്ങളിൽ. ഇപ്പൊ അടുത്തായിട്ട് അവരൊരു ക്യൂ മാർട്ട് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ 2 ദിവസങ്ങളിൽ ഇവരുടെ എല്ലാ സ്ഥാപനവും ക്ലോസ് ആണ്, 2 ദിവസം ഓഫാണ്. ഇവര് ലീവ് എടുത്തിട്ട് മുതലാളിയും തൊഴിലാളിയും എല്ലാവരും ഹബ്ബ് അല്ലെങ്കിൽ ഒഫറ എവിടെയെങ്കിലും ആയിട്ട് റിസോർട്ട് വാടക എടുത്തിട്ട് 2 ദിവസം അവിടെ ഗാനമേളയും ഒരു എൻജോയ്മെന്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മുതലാളിയെ കാണുന്നത്. അത് മാത്രമല്ല, ഈ ആനിവേഴ്സറിന്റെ ആ സമയത്ത് അവിടെ അവരുടെ പ്രോഗ്രാമിന് എല്ലാ സ്റ്റാഫിനും ഇവരൊരു ബോണസും കൂടെ കൊടുക്കുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് സ്റ്റാഫ് എന്നിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും ബാക്കിയുള്ള എല്ലാ സ്റ്റാഫിനും. അതായത് ഒരു 2 മാസം മുമ്പ് വരെ അവരുടെ സ്ഥാപനത്തിലേക്ക് വന്ന പുതിയൊരു സ്റ്റാഫും കൂടി ഉണ്ടായിരുന്നു, അവർക്ക് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു ആനിവേഴ്സറിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ടിജോ അറിയോ ഇല്ലയെന്ന് അറിയില്ല. കാരണം ഞാനൊരു ഇന്റർവ്യൂവിന് ചോദിച്ചിട്ട് പോലും മൂപ്പർ എനിക്ക് തന്നിട്ടില്ല. അതൊന്നും വേണ്ടപ്പാന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് മറ്റുള്ള മുതലാളിമാരും കാണണം. ചിലപ്പോൾ ഉണ്ടാവാം, മറ്റുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മുതലാളി ഒരു തൊഴിലാളിയോട് എങ്ങനെയായിരിക്കണം, ആ തൊഴിലാളികളും ആ മുതലാളിയോട് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന്. അപ്പൊ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. അപ്പൊ ഞാൻ കാണുന്ന എന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തരുന്ന എന്റെ സഹോദരങ്ങളും എന്റെ സുഹൃത്തുക്കളുമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. നമ്മൾ ഇന്ന് ഈ 6 വർഷം നമ്മൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഈ കുവൈറ്റിലുള്ള ടൈപ്പിംഗ് സെന്റർ എന്നുള്ള ഒരു ലേബല് നമ്മളാണ് അതൊരു പ്രൊഫഷണൽ ആക്കി മാറ്റിയത്. നമുക്ക് അഭിമാനത്തോടെ ഇന്ന് പറയാൻ പറ്റും, ഞാനൊരു ടൈപ്പിംഗ് സെന്ററിന്റെ ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ടൈപ്പിംഗ് സെന്ററിൽ വർക്ക് ചെയ്യുന്നവരാണ്. മറ്റുള്ളവരോട് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഈ ഫീൽഡിനെ നമ്മളൊരു പ്രൊഫഷണൽ ആക്കി മാറ്റിയത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്ന് നമ്മൾ 5 ബ്രാഞ്ചുമായി ഈ 6 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 3 സ്റ്റാഫിൽ തുടങ്ങിയ നമ്മൾ ഇന്ന് 30 സ്റ്റാഫുമായി നമ്മൾ നിൽക്കുമ്പോൾ അത് ഒരു വലിയ ഒരു അഭിമാന നിമിഷമാണ്. എല്ലാവരും വെളിയിൽ നിന്ന് നോക്കുമ്പോൾ പറയും അവര് പെട്ടെന്നുള്ള ഒരു വളർച്ചയായിരുന്നു ക്യൂ പോയിന്റിന്റെ എന്ന്. അതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ട ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 3 സ്റ്റാഫ് തൊട്ട് അവർക്ക് ഉറപ്പായിട്ടും അത് പറയാൻ പറ്റും, ഒരിക്കലും ഇതൊരു ലക്കല്ല, നമ്മളുടെ ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് ആണ്. നമ്മളിപ്പോ ഈ 6 വർഷം കൊണ്ട് 5 ബ്രാഞ്ചായി ഇന്ന് അഭിമാനത്തോടെ കുവൈറ്റില് നമുക്ക് പറയാൻ പറ്റും നമ്മളാണ് ബെസ്റ്റ് ടീം എന്ന്. ഏത് കസ്റ്റമറിനും നമ്മുടെ കടയിലോട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുവാനും കസ്റ്റമർ കെയർ എന്താണ്, ടൈപ്പിംഗ് സെന്റർ എന്താണ് എന്നുള്ളത് അവർക്ക് നമ്മളിൽ നിന്നാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, മുൻകാലങ്ങളിൽ ഒരു ടൈപ്പിംഗ് സെന്ററിൽ ചെന്നാൽ ഒരിക്കലും ഒരു സ്ഥലത്തൊന്നും അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കില്ല. കാരണം അവർക്ക് പേടിയാണ്. നമ്മളതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ പോയി വർക്ക് ചെയ്യും. പിന്നെ നമ്മളെ ടൈപ്പിംഗ് സെന്റർ ഫീൽഡിന്റെ നമ്മൾ ടൈപ്പിസ്റ്റുകളിൽ ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ എന്താണ് കസ്റ്റമർ, ഇപ്പൊ എക്സാമ്പിൾ ജവാസത്തിൽ പോയാൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പേപ്പറെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ്ങില്. ലാസ്റ്റ് ഇയർ നമുക്ക് നടത്താൻ പറ്റിയില്ല, നമ്മൾ ഹോളെല്ലാം ബുക്ക് ചെയ്തതാണ്. പക്ഷെ പാലസ്തീന്റെ വാറിന്റെ പ്രോബ്ലം വന്നതുകൊണ്ട് നമുക്ക് അതെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നാലും നമുക്ക് ഈ 6ാമത്തെ വർഷം നമുക്ക് ഇന്ന് കൂടാൻ പറ്റിയപ്പം
ഒരു എംപ്ലോയി ഓഫ് ദ ഇയർ എന്നുള്ളത് നമ്മൾ എല്ലാ ഇയറിലും കൊടുക്കുന്നതാണ്. വേറെ ആരുമല്ല, ഷാനിദ്. അത് നമ്മുടെ സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള സ്റ്റാഫാണ്. പോയിന്റിൽ വന്ന് പണിയെടുക്കാൻ തുടങ്ങി. അതിലുപരി മുതലാളി എന്നതിലുപരി ടിജോട്ടിന് നല്ലൊരു ബ്രദറിനെ പോലെയാണ് നമ്മളായിട്ട് സ്റ്റാർട്ടിങ് മുതലേ. ഇതിൽ ഞാൻ എല്ലാ സ്റ്റാഫിനെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോ ലെങ്ത് ആകുന്നത് കൊണ്ട് ആദ്യം കൊടുത്ത 1-2 ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ പാർട്ട് ടൈമിൽ കയറിയതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ വിസ ക്യാൻസൽ ചെയ്ത് മംഗലത്തിലോട്ടാണ് പിന്നെ നേരെ ഡയറക്റ്റ് വന്നിട്ടുള്ളത്. എനിക്ക് വേറെ വിസയ്ക്ക് ഇവിടെ വരായിരുന്നു, പക്ഷേ എൻ്റെ വിസ ക്യാൻസൽ ചെയ്ത് ഞാൻ രണ്ടാമത് വിളിച്ചത് ടീച്ചോട്ടനെ ആയിരുന്നു. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇവിടെ കയറി കഴിഞ്ഞാൽ എന്നെ നല്ല സപ്പോർട്ട് ചെയ്യും, അതേപോലെ എൻ്റെ കരിയറിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ലൊരു ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചോട്ടനെ കോൺടാക്ട് ചെയ്ത് എനിക്ക് ഇവിടെ ഒരു ജോലി വേണമെന്നുള്ളത്. ഒട്ടും മടുപ്പ് കൂടാതെ തന്നെ ആളെ എനിക്കൊരു വിസ തന്നു. എന്നെ ഇവിടെ ഒരു സ്റ്റാഫിലുപരി നല്ലൊരു സുഹൃത്തായി, ഒരു ബ്രദറായിട്ട് കൂടെ ചേർത്ത് ഇതിന് മുന്നോട്ടുള്ള എല്ലാ വിജയങ്ങൾക്കും കൂടെ നിൽക്കാനും പറ്റി. താങ്ക് യു ഓൾ. റക്കീബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റക്കീബ് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവനിപ്പോ നമ്മുടെ ക്യൂ പോയിന്റ് ആ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും എന്ത് തിരക്കാന്നുള്ളത്. നമ്മളിൽ പലരും ഫ്രീ ആയിട്ട് ഇപ്പുറത്തിരിക്കുമ്പോഴും റക്കീബിന് ചുറ്റും എപ്പോഴും കസ്റ്റമർ ആയിരിക്കും. അത് നമ്മൾ കാണിച്ചു തരുന്നത് റക്കീബിൽ ട്രസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ്. അതുപോലെ തന്നെ അവൻ കസ്റ്റമറോട് ഫുൾ A to Z കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് റക്കീബ്. റക്കീബിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ക്യൂ പോയിന്റ് വന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞവനിങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, താങ്ക് യു റക്കീബ്. എല്ലാ സ്റ്റാഫിനെയും വിളിച്ച് ചേർത്ത് നിർത്തി അവർക്ക് കൊടുക്കാനുള്ള ബോണസൊക്കെ കൊടുത്ത് ഇത് തന്നെയാണ് എല്ലാ സ്റ്റാഫും മുതലാളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഫാസ് ആണത്. അവൻ കോർട്ടില് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അഡ്വക്കേറ്റായി. ഇപ്പൊ നമ്മളിവിടെ പുതുതായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ടാലന്റഡ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അവനൊരു ബ്രാഞ്ച് തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുള്ള ഒരാളാണ്. അവൻ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, അധികം നാളായിട്ടില്ല. മുഹമ്മദ് ഈസ് വിത്ത് us around now is 4.5 years. He is the translator. He is our backbone. We know he is doing the translation more than 100 pages in one day. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ടിജോ അറിയില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ള ഒരു ഇതിൽപ്പെട്ടൊരു മനുഷ്യനാണ്. അപ്പൊ ടിജോ, നിങ്ങൾ ചിലപ്പോൾ ഇത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടാവും. തിരി പറയരുത്, കാരണം നിങ്ങൾ അറിയാതെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ആ പരിപാടിക്ക് പോയ സമയത്ത് ജസ്റ്റ് മൊബൈലിൽ എടുത്തൊരു വീഡിയോ ആണ്, അത് ഇതിന്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തതാണ്. അപ്പൊ പറയാനുള്ളത്, ഇനിയും ഒരുപാട് ബ്രാഞ്ചുകളായി വളരട്ടെ, ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും.